മല്ലയപ്പുലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മല്ലയപ്പുലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മനതാരിലാശകൾ പോലതിലോരോരോ മരതക കൊമ്പു മുളച്ചു വന്നു. മനതാരിലാശകൾ പോലതിലോരോരോ മരതക കൊമ്പു മുളച്ചു വന്നു. ഞാനിന്ന് വന്നിരിക്കുന്ന വലിയൊരു കലാകുടുംബത്തിലേക്കാണ് കേട്ടോ, നല്ല പാട്ടുകാരുടെ കുടുംബത്തിലേക്കാണ്. അപ്പോൾ പ്രത്യേകിച്ച് മലയാള അധ്യാപകർ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കലാവാസന, നല്ല പാട്ടുകാരായിരിക്കും. അതിവിടെ തന്നെ വന്നപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായി. രണ്ടുപേരുടെയും ആ ഒരു സ്നേഹപ്രകടനങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇവരുടെ ഈ കലാവാസനയുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് പൊന്നമ്മ ടീച്ചർ നമുക്ക് ഒരുപാട് പാട്ട് പാടി തന്നു. നമ്മുടെ മാഷിനെ കൊണ്ടും രണ്ടുപേരും ഈ കവിത ചൊല്ലിക്കാതെ എങ്ങനെ നമുക്ക് ഈ ഇന്റർവ്യൂ പൂർത്തിയാക്കാൻ പറ്റും അല്ലേ? വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ശ്രീ ബിനോയിയുടെ മധുരം മിഠായി എന്ന ചാനല് ആയി അഭിമുഖ സംഭാഷണം നടത്താൻ ഒരവസരം കിട്ടിയത്. വളരെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിൽ പോലും അദ്ദേഹം വളരെ സൗമ്യനായി എല്ലാ കാര്യങ്ങളും വിശദമായി ചോദിച്ച് അറിയുകയും നമ്മൾക്ക് അതിനൊരു പ്രോത്സാഹനം തരികയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഇതൊരു ആദ്യത്തെ അനുഭവമാണ്. അതുകൊണ്ട് ഈ ചാനലിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. താരും തളിരും തരുപ്പടർപ്പും തളിരും തണുവണി പുൽപ്പരപ്പും കളകളം പെയ്തു പെയ്തങ്ങുമിങ്ങും ഇളകി പറക്കുന്ന പക്ഷികളും ഒരു ചെറുകാറ്റങ്ങൻ വന്നുപോയൽ തുരുതുര പൂമഴയായി പിന്നെ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. സ്കൂളിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. എൻ്റെ ഓർമ്മയിലൊന്നും അത്ര വരുന്നില്ല. പിന്നെ ഇതുപോലെ ഒരു മംഗലാംഗത്തുനിന്ന് വരുന്നൊരു ഷീല ടീച്ചർ അവരൊക്കെ ഉണ്ട്. മാഷ് പറഞ്ഞ പോലെ തന്നെ കോങ്ങാട് സ്കൂളിൽ എന്ത് പരിപാടി നടന്നാലും ഞങ്ങളെയൊക്കെ വിളിക്കാറുണ്ട്. ഞങ്ങൾ പഴയ കാല സുഹൃത്തുക്കളെല്ലാം അവിടെ ഒന്നിച്ച് കൂടാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പരിപാടി നടന്നു, അപ്പോഴും ഞങ്ങൾ പോയിരുന്നു. ഇനിയിപ്പോൾ ദാ ശനിയാഴ്ച ഒരു ടീച്ചർ, ഗിരിജ ടീച്ചർ റിട്ടയർമെൻ്റാണ്, ഞങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 10 മണിക്ക് ഇരുന്നിട്ട് ഇതുപോലെ റിട്ടയർ ചെയ്ത് അല്ലെങ്കിൽ പിരിഞ്ഞു പോയ ആൾക്കാരെല്ലാവരും കൂടെ അവിടെ വരിക, ഒരു സൗഹൃദ സംഭാഷണം നടക്കുക. അതൊക്കെ വലിയ കാര്യമല്ലേ, നല്ല സന്തോഷമല്ലേ. അപ്പോൾ അതിനും ഇതുപോലെ വിളിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഇതുപോലെയുള്ള ചാനലുകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ശ്രീ ബിനോയ് അവരുകൾ ഈ മധുരം മിഠായി എന്ന് പറയുന്ന ചാനലിലേക്ക് അവസരം ഒരുക്കി തന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ KC ഗീത ടീച്ചർക്കും ഈ ചാനലിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി, കടപ്പാടും സന്തോഷവും അറിയിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എനിക്ക് ഒരു മകളാണുള്ളത്. അവൾ മാഞ്ചരിക്കാവിൻ്റെ താമസിക്കുന്നു. ഹസ്ബൻഡ് ഡോക്ടറാണ്. അവൾക്ക് 2 പെൺകുട്ടികളുണ്ട്. മൂത്തവളെ യുവക്ഷേത്രയിലെ ഡിഗ്രിക്ക് പഠിക്കുന്നു. ചെറുത് ഇപ്പോൾ 8 ഇനിയിപ്പോൾ അടുത്ത ആഴ്ച 9ാം ക്ലാസ്സിലേക്കാകുന്നു. ഒരുവിധം സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തന്ന് ഭഗവാനോട് എനിക്ക് നന്ദി പറയാനുണ്ട്. എൻ്റെ ഫോൺ നമ്പർ 830 19 47 428. ഈ ചാനലിലേക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും
അതുപോലെ തന്നെ ഇത് ഞാൻ എല്ലാവർക്കും അയക്കാം. അങ്ങനെ എല്ലാവരും വേണ്ട പ്രോത്സാഹനം ശ്രീ ബിനോയ്ക്ക് കൊടുക്കണമെന്ന് ഒരപേക്ഷ കൂടിയുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഗീത ടീച്ചർക്കും ശ്രീ ബിനോയ്ക്കും ഇപ്പോൾ കുടുംബമൊക്കെ ആയിട്ട് നല്ല പരിചയത്തിൽ ആയതുപോലെ തോന്നുകയാണ്. നന്ദിയും കടപ്പാടും. ഇനിയും എന്തെങ്കിലും അവസരം കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ എടക്കാട് ശാന്തിസേന വായനശാലയുടെ പ്രസിഡൻ്റായ വി.എ. രാജൻ മാസ്റ്റർ നല്ലൊരു സാംസ്കാരിക പ്രവർത്തകനും കലാസ്വാദകനും ഒരു ഗ്രന്ഥകർത്താവുമാണ്. നല്ല അറിവിൻ്റെ ഉടമയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പല അവാർഡുകളും വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഗോപകുമാർ, എഴക്കാട് ഗോപകുമാർ, ഇവരൊക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. അവർക്കും കൂടി ഇതുപോലൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ശ്രീമാൻ ബിജോയോട് വളരെ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറയുകയാണ്: 94 47 94 44 28. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പിന്നെ അതോടൊപ്പം ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ അവസരം തന്ന അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ നന്ദി അറിയിച്ചോളൂ. ഈ ചാനലിന് നല്ലൊരു ഭാവി എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നും ചെയ്തു കൂടാ. വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല പാടെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. പോയ ബാല്യത്തിന്റെ ഓർമ്മതൻ സൗരഭം മായാതെ നിൽപ്പുണ്ടൻ ആത്മാവിലിന്നും. അമ്മ വാത്സല്യത്തിൻ കണ്ണീരിൻ നനവും അച്ഛന്റെ കരുതലിൻ സ്നേഹനിലാവും എത്രയോ കാലത്തിനിപ്പുറവും വന്നു തൊട്ടു വിളിക്കുന്നുണ്ടാർദ്രമായിന്നും.